എല്ലാവർക്കും ഞങ്ങളുടെ വിശ്വാശംസകൾ. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ അപ്പുറം വരെ പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് വണ്ടി ഒന്ന് പയ്യെ റൂട്ട് മാറി ഓടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അതിരപ്പള്ളി വരെ പോയി. ഉണ്ണിക്കാണെങ്കിൽ പാർക്കിൽ പോകണമെന്നായിരുന്നു, കുഞ്ഞൂസിന് വെള്ളച്ചാട്ടം കാണണം. വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയ സ്ഥലത്ത് ഊഞ്ഞാലും കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് പാർക്കാണെന്ന് പറഞ്ഞ് ഉണ്ണീനെ ഞങ്ങൾ പറ്റിച്ചു. അങ്ങനെ ഉണ്ണി ഹാപ്പി, കുഞ്ഞൂസ് ഹാപ്പി. തെരോസ് ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. കുറച്ച് നേരം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അതിലെ കളിച്ച് ഇനി ബാക്കി അതിരപ്പള്ളി പോയി കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പയ്യെ തിരിച്ചു. പക്ഷേ അതിരപ്പള്ളിയിൽ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് നോക്കിയപ്പോൾ ഫുൾ കളിപ്പാട്ട കടകൾ. അവിടെയെങ്ങാനും ഇവരെ ഇറക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പിള്ളേരുടെ കണ്ണിൽ ഈ കടകളൊന്നും പെടാണ്ട് വണ്ടി പയ്യെ മാറ്റി പാർക്ക് ചെയ്ത് വളരെ കുറച്ച് സമയം മാത്രമേ ഞങ്ങൾ അതിരപ്പള്ളി ചിലവഴിച്ചോളൂ കേട്ടോ. ബ്ലോക്കൊന്നും കിട്ടാതിരിക്കാൻ ചെക്ക് പോസ്റ്റ് കടന്ന് പ്ലാന്റേഷൻ റോഡ് വഴി മലയാറ്റൂർ എത്താമെന്ന് ചേട്ടായി പറഞ്ഞു. കാര്യം നല്ല അടിപൊളി വൈബുള്ള റോഡൊക്കെ ആണെന്നെങ്കിലും പിള്ളേരെ കൊണ്ട് ആ വഴി വന്നതിന് ഞാൻ ചേട്ടായിയോട് ചെറിയ വഴക്കുണ്ടാക്കി. വേറൊന്നുമല്ല, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പോലും ആ റൂട്ട് കാണാനില്ലായിരുന്നു. ഒട്ടുമിക്ക ഞങ്ങളുടെ യാത്രകളും ഇങ്ങനെ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ജോക്കുട്ടൻ എൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങുമായതുകൊണ്ടും പിന്നെ ഈ സൗന്ദര്യപ്പിണക്കം കാരണം ആ റൂട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പം ഓർക്കുമ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. സമയം സന്ധ്യയോട് അടുക്കുന്നത് കൊണ്ട് കാട്ടിൽ മേയാൻ പോയ പശുക്കളെല്ലാം വീടുകളിലേക്ക് നിരനിരയായി പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് ഒരു കൂസലും ഇല്ലായിരുന്നു, വഴി മാറി തന്നതുമില്ല. പിന്നെ ഞങ്ങൾ അവരെ ശല്യപ്പെടുത്താണ്ട് പയ്യെ വണ്ടി ഓടിച്ച് മലയാറ്റൂർ വഴി മൂവാറ്റൂർ എത്തിയപ്പോഴത്തേക്കും ഒരു സമയമായി. ഇപ്പം ഓർക്കുമ്പോൾ ആ വീഡിയോ ഒന്നും എടുക്കാതെ ഇതിരുന്നത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിശ്വാസംസകൾ. ബൈ ബൈ.